FFA വിത്ത് അസറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബിഗ് ബോസിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി. ഇപ്പോൾ റീസെൻ്റായിട്ട് ലാസ്റ്റ് എപ്പിസോഡ് വന്ന് നിന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡ് നമ്പർ 41, ഡേ നമ്പർ 40. അതിൻ്റെ ഇന്ന് ഞാൻ കണ്ടിരുന്നു. കുറച്ച് മുമ്പായിട്ട് ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ ശരിക്കും പറഞ്ഞ ബിഗ് ബോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഗെയിമിൽ ഏറ്റവും ഇഷ്ടം സിബിനാണ്. അമേസിങ് കണ്ടസ്റ്റൻ്റാണ് എന്ന് പറഞ്ഞാൽ മെയിൻ ഗെയിം മെൻ്റലിസ്റ്റ് എന്നൊക്കെ പറയാം. ഒരാളൊരു കാര്യം മനസ്സിൽ കാണുമ്പോൾ തന്നെ അത് കൂളായിട്ട് മാനത്ത് കാണും. ആ സെറ്റപ്പാണ്. ഇന്നത്തെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിതിപ്പോൾ പ്രൊമോയിലൊക്കെ കണ്ടിരുന്നു. ജാസ്മിൻ എന്തോ ചോദിച്ചുകൊണ്ട് എന്തോ ഒരു ജസ്റ്റർ കാണിച്ചെന്നോ അതിന് ശേഷം വന്നിട്ട് ആഞ്ഞ് നമ്മൾ ഇതിലിടിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സിബിൻ്റെ ഒരു പക്ക ഗെയിമാണ്. നമുക്ക് ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ അറിയാം, ആവശ്യമില്ലാതെ പ്രൊവോക്ഡ് ആവില്ല. ഒരാളെ കൊണ്ട് പ്രൊവോക്ക് ചെയ്യാനും പറ്റില്ല. ഇടയ്ക്ക് വെച്ച് ഗബ്രിയുടെ കേസിൽ ഇങ്ങനെ വന്നിട്ട് ചുമ്മാ അതൊക്കെ ഷോയാണ്. ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ആണ് എന്നുള്ളതാണ്. മൂപ്പരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പേഴ്സണലി മൂപ്പർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചില ഷോ കാണിക്കും. ഗെയിമിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ളവർ പേടിക്കുക തന്നെ വേണം. ബാക്കിയുള്ള ഇപ്പോൾ ആ വീട്ടിൽ ജിൻഡോ ആയാലും ജാൻമണി ആയാലും ഈ ഒരാഴ്ച വൈൽഡ് കാർഡ് എൻട്രി നടന്നതിന് ശേഷം അവർ വന്നതിന് ശേഷം ജിൻഡോ ജാൻമണിയൊക്കെ വളരെ കൺട്രോൾഡാണ്. മനസ്സിലാക്കുക, ആ സിറ്റുവേഷൻ മൊത്തത്തിൽ അവർ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഗബ്രിയും ജാസ്മിൻ അടിച്ച് കൂട്ടിക്കയറ്റി എന്ന് തന്നെ പറയാൻ പറ്റും. അവരൊന്നും പുറത്ത് വന്നിട്ട് കാര്യമില്ല. അവരൊന്നും സിബിൻ്റെ അടുത്ത് സംസാരിച്ച് നിൽക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇല്ല. ഇമോഷൻസ് വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെന്ത് ചെയ്യുന്നത്. ഈ ജാസ്മിൻ ആയാലും പ്രൊവോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പ്രൊവോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇമോഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരാളുടെ അടുത്ത്, ഇൻ്റലക്ച്വലായിട്ട് സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് ജാസ്മിൻ്റെ ഒരു കളി നടക്കില്ല എന്നുള്ളതാണ്. അത് സിബിന് ആ ഒരു സ്കില്ലുണ്ട്. അവൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. എവിടെ എന്ത് പറയണമെന്ന് അറിയാം. ഏത് കാര്യം നമ്മൾ എന്ത് ചെയ്യണം, പിക്ക് ചെയ്യണമെന്നറിയാം. എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നറിയാം. പിന്നെ ഇതാണ് മെയിനായിട്ട്, സിറ്റുവേഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സ്കില്ല് നന്നായിട്ട് സിബിനുണ്ട്. അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുമുണ്ട്. ഇന്ന് ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് കഴിക്കുന്ന ഒരു സീനാണ്. ഫുഡ് കഴിക്കുന്നത്, അതായത് ജാൻമണി, ജിൻഡോ, അർജുൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു അർജുൻ കുറച്ച് ഒരു പൂരി വേണ്ട, അത് ജിൻഡോനോട് കഴിക്കാൻ പറ്റുമെന്ന് അങ്ങനെ ചോദിച്ചു. അപ്പം ജിൻഡോ പറഞ്ഞു ഞാൻ ഓൾറെഡി 8 കഴിച്ചു. അപ്പം അർജുൻ പറഞ്ഞ് എന്തെങ്കിലും ശരി ഈ ഒരെണ്ണോട് കൂട്ടി 9 ആക്കിക്കോളാം. ആ സമയത്ത് ജാൻമണി അർജുനൊരു നോട്ടം നോക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പർപ്പസ്ഫുള്ളി പറഞ്ഞതായിരിക്കില്ല. വളരെ ബ്ലൈൻഡായിട്ട് പറഞ്ഞ് അവിടെ നിന്ന് സാധനം പൊട്ടിയിട്ട് ഉടനെ തന്നെ ജാൻമണി എണീറ്റ് പോയിട്ട് പബ്ലിക്കായിട്ട് പറഞ്ഞു. ഇത് നേരത്തെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. ബിഗ് ബോസിൽ ആരോഗ്യ കേസൊക്കെ കൊടുത്തൊരു സംഭവമാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ എന്ത് ചെയ്യരുത്, അത്തരം ടോക്ക് ഇവിടെ പാടില്ല. ഉടനെ തന്നെ ജാൻമണി വന്നിട്ട് പറഞ്ഞു ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ഈ സംഭവം പറയുമ്പോഴും അർജുനെ അറിഞ്ഞുകൂടാ. അർജുന അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അത് ആലോചിച്ചിട്ട് കൂടിയില്ല എന്നുള്ള ലെവലിലാണ് വരുന്നത്. അപ്പം പിന്നെ ഈ വള്ളി കയറി ആര് പിടിച്ചു? നോറ പിടിച്ചു. എന്നെ നോക്കിയാണ് പറഞ്ഞത്. സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല. അമ്മാതിരി രീതിയിൽ സ്ക്രീമിങ് വോയിസ് എന്നൊക്കെ പറയൂലേ, ആ സാധനം അങ്ങ് ആ ലെവലിൽ വലിച്ചു തുറന്ന് പറയും. അതിൻ്റെ കൂടെ ജാസ്മിൻ പിന്നെ അറിയാമല്ലോ. പിന്നെ അതെന്തരാണ് ജാസ്മിൻ്റെ ഈ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരാണ്, എന്താണ് പറഞ്ഞതെന്നുള്ളത് അറിയണമെന്നുള്ളൂ. അപ്പോൾ അതൊക്കെ പിന്നെ സിബിൻ എണീറ്റ് വന്നിട്ട് പറഞ്ഞത് ആരാണോ എന്താണോ പറഞ്ഞതെന്നുള്ളത് പിന്നെന്ത് ചെയ്യുക, അതവിടെ വിടുക. അത് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയട്ടെ, ഇല്ലെങ്കിൽ അവരെ നിർബന്ധിക്കേണ്ട കാര്യമില്ല. ബാക്കി ഭൂരിഭാഗം അഭിപ്രായം. പിന്നെ ആ സാധനം അങ്ങനെ പോയി. പിന്നെ അതിന് ശേഷം വന്നിട്ട് സിബിനിങ്ങനെ ഇരുന്നപ്പോൾ സിബിനെ പ്രൊവോക്ക് ചെയ്തിട്ടോ അയ്യോ എന്ത് വേസ്റ്റ് എന്ന് കണ്ട ജാസ്മി പറഞ്ഞു. പിന്നെ അവിടെ എന്ത് ചെയ്ത് സിബിനൊരു കളിയും കളിച്ച് ഒരു ജസ്റ്റർ കാണിച്ചെന്നാണ് വേണത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ സിബിൻ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞ് ഇങ്ങനെ ആക്കിയെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതെന്ത് ജസ്റ്ററാണെന്നുള്ളത് എനിക്കറിയില്ല. പേഴ്സണലി ഈ വലിയ പ്രശ്നമായിട്ട് തോന്നിയതുമില്ല. പക്ഷേ സിബിൻ അതെന്ത് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ് ഞാനത് പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒരു ജസ്റ്റർ ഞാൻ കാണിച്ചിട്ടുണ്ട്, പിന്നെ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പോളജി ചെയ്യുന്നു. എന്നിട്ട് ജാസ്മിൻ എടുത്ത് ഞാനത്
ചെയ്തു എന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞത് പക്ക ഗെയിം പ്ലാനിൻ്റെ ഭാഗവും ഗെയിമുമാണ്. സിബിൻ ഈസ് എ കംപ്ലീറ്റ്ലി ഒരു ഗെയിം ചേഞ്ചറാണ്, മൾട്ടി ടാലൻ്റാണ്. ഞാൻ അവരെ വാനോളം പുകഴ്ത്തുന്നതല്ല, ശരിക്കും പറഞ്ഞത് ആ ഒരു ഗെയിമാണ്. എന്ത് പറഞ്ഞത് അപ്പോളജി ചെയ്തു, പിന്നെ സുന്ദരമായ രീതിയിൽ ആ കുറ്റം ഏറ്റെടുത്തിട്ട് ആരെയും കൺവിൻസ്ഡ് ആവുന്ന രീതിയിൽ എന്ത് ചെയ്തു, ഈ സാധനം അങ്ങ് പ്രസൻറ്റ് ചെയ്തു. ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഇന്ന ആളുടെ അടുത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു, ആര് കേട്ടാലും മാപ്പ് കൊടുക്കും. അത്തരത്തിൽ തന്നെയാണ് ആ സാധനം പ്രസൻറ്റ് ചെയ്തത്. അപ്പോഴേക്കും ജാസ്മിക്ക് കാര്യം മനസ്സിലായി. അതെന്ത് ചെയ്യും, ഞാൻ കൊടുക്കൂല, മാപ്പ് കൊടുക്കൂല എന്ന് പറഞ്ഞ് നേരെ വാഷ്റൂമിൻ്റെ ഏരിയയിൽ ഇപ്പം നോറ ജാസ്മിൻ നേരെ ക്യാമറയ്ക്ക് മുന്നിൽ പോയിട്ട് പറയണം, പിന്നെ നാട്ടുകാരെ മുമ്പ് കാണിച്ചിട്ട് പിന്നെ ഇതെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് സോറി പറഞ്ഞ് നാട്ടുകാരെ മുമ്പ് ഓട്ടറിടാനുള്ള പണിയല്ലേ എന്നുള്ള രീതിയിൽ ജാസ്മിക്കും അത് പിന്നീട് ആ ഗെയിമിൻ്റെ ഇത് മനസ്സിലായത്. അതാണ് സംഭവം. എന്നാലും കൊള്ളാം. അതിനുശേഷം ജയിൽ നോമിനേഷനാണ് വന്നിട്ടുള്ളത്. ജയിൽ നോമിനേഷനിൽ അതിനുശേഷം BB+ൽ ക്യാപ്റ്റൻസി ഇൻഡോ, നന്ദന, ശ്രീതു അവർ 3 പേരുടെയും പേരാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ അകത്തൊരു ഗെയിം ഉണ്ടായിരുന്നു. ഗെയിമിൽ എനിക്കൊരു ഡൗട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 2 ദിവസത്തെ മുമ്പത്തെ എപ്പിസോഡിൽ നമ്മളെ ജിൻഡോയും പിന്നെ സിബിനും കൂടി ചേർന്നിട്ട് ഒരു ചെറിയൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. കറക്റ്റ് എന്താണെന്നുള്ളത് എനിക്ക് ഓർമ്മ വരുന്നില്ല. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പിന്നെ എന്താണ് ഈ നന്ദനേനെയും ശ്രീതുവിനെയും ക്യാപ്റ്റൻസിയിലിടണം, അതിനുശേഷം എന്ത് ചെയ്യണം, അപ്പം പിന്നെ അതിൽ ഞാൻ വന്നില്ലെങ്കിൽ എങ്ങനെയെന്ന് ചോദിച്ചു. ജിൻഡോ പവർ റൂമിലേക്ക് കയറാനുള്ള പരിപാടിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ക്യാപ്റ്റൻസി ടാസ്കിൽ ശ്രീതു വിജയിച്ചിട്ടുണ്ട്, ക്യാപ്റ്റനായിട്ടുണ്ട്. അപ്പോൾ അതാണ് സംഭവം. അത് എനിക്കത് ഗെയിം പ്ലാൻ അതിൽ നമ്മളെ ജിൻഡോ ബോൾ അറിയണത് വെറുതെയാണ്. പിന്നെ സിബിനാണ് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെയൊക്കെ പോയി 2 ബോളൊക്കെ പറക്കി കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ചുമ്മാ ഒരു ചടങ്ങിന് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി എന്നുള്ളത് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിരിക്കും. അതായത് വരും ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ജാസ്മിൻ്റെ പിന്നെ എന്താണ് PR ഒക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇൻസ്റ്റാ പേജ് എടുത്തിട്ടായാലും ഫേസ്ബുക്ക് പേജ് എടുത്തിട്ടായാലും അതിനടിയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യണം, ജാസ്മിയാണ് നല്ലത്, ജാസ്മി നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് അത് ഏതൊരു വ്യക്തിക്കും സ്വതന്ത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മുമ്പത്തെ എപ്പിസോഡ്സും ഇപ്പോഴത്തെ എപ്പിസോഡ്സും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ആകെ ഒരു ക്വാളിറ്റി വേണം, മനസ്സിലായില്ലേ? ഇത് വ്യക്തി ജീവിതത്തിൽ ഗെയിമാണ്, എന്നാൽ കൂടിയും ചില ക്വാളിറ്റീസ് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ജാസ്മിനെ നോക്കുന്നില്ല, പണത്തിന് വേണ്ടി എന്തും ചെയ്യാമെന്നുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഗെയിമിന് വേണ്ടി എന്തും ചെയ്യാമെന്നുള്ളൊരവസ്ഥ അതിനകത്ത് കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. പിന്നെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചേഷ്ടകളാണ്, അതൊന്നും അൺസൈക്കബിളാണ്, അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല. പിന്നെ മിനിറ്റിന് അള്ളാണ് പിന്നെ ആ ഒരു ലെവലാണ് അള്ളാ മീൻസ് ആ പ്രവൃത്തിയും ഈ വിളിയായിട്ട് അത് വലിയൊരു പ്രശ്നം തന്നെ ചെയ്യും. അത് ആര് കൂട്ടു നിന്നാലും വലിയൊരു പ്രശ്നമാണ്, നെഗറ്റീവ് മെസ്സേജാണ്. ശരി, അത് സംസാര രീതിയായിരിക്കാം, വിളിച്ചു വന്ന രീതിയായിരിക്കാം, പക്ഷെ അത്ര കൂടെ സൂചിക്കുന്നില്ല എന്നുള്ളതാണ്, അതും വലിയൊരു പ്രശ്നമാണ്. പക്ഷെ സിബിൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇന്നൊരു ഒരു മോശം വേഡ്സോ ഒന്നിട്ട് പ്രൊവോക്കഡൊക്കെ ചെയ്യുക, അതൊക്കെ ഈ ഗെയിമിൻ്റെ ഭാഗമാണ്. ആ നൂല് പിടിച്ചുള്ള പോക്കാണ്. പിന്നെ എന്തെങ്കിലും അധികമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഗെയിമിൻ്റെ ഭാഗം തന്നെയാണ്. അദ്ദേഹത്തിന് അങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് ആണ് അജിത്. അതുപോലെ ജിൻഡോയും ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്, ഗെയിം പ്ലാനൊക്കെ മാറിയിട്ടുണ്ട്, കൺട്രോൾഡായി വരുന്നുണ്ട്. എന്തായാലും പവർ ടീമിൻ്റെ പുതിയ പവർ. പിന്നെ രാത്രി പിന്നെ 2 എണ്ണത്തിനെയും നോറയും അതുപോലെ തന്നെ ജാസ്മിനെയും ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. ജയിലിൽ പിന്നുള്ള സംഭവങ്ങളാണ് മാല ഓർക്കുന്നത്. പിന്നെ അവിടെ കുറച്ച് ഫണ്ണാണ്, അപ്പോൾ കണ്ടവർക്ക് മനസ്സിലാകും, കുറേ ഫണ്ണായിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ ഇടയിൽ സിബിൻ വന്നിട്ട് പറയുന്നുണ്ട് പിന്നെന്താണ് ഇനി ജാസ്മിൻ അവിടെ, അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ്. ആ ടോക്ക് ഫുള്ള് പക്ക ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ ഇട്ടത്. എന്നിട്ട് എന്ത് ചെയ്ത് വൈകിട്ട് വന്നിട്ട് ജയിലിൻ്റെ അവിടെ വന്നിട്ട് ഇവരെന്താണ് പറയുന്നത് എന്നുള്ളത് കുറച്ച് കേട്ട് എന്നിട്ട് അവിടെ വന്നിരുന്നിട്ട് ജിൻഡോ പറയുന്നതിന് ചിരിച്ചു കൊടുക്കുകയാണ്. ഇത് ജാസ്മി കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ലെവൽ വരെ ജാസ്മിക്കായി. പക്ഷേ അതൊരു ഫൺ മോഡിലായിരുന്നു സംഗതി. അങ്ങനെ അങ്ങ് അവസാനിച്ച് എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നാളെ കാണാം. കുറച്ചും കൂടെയൊക്കെ ഇലാബറേറ്റ് ചെയ്ത് പറയും. തെറ്റുകളുണ്ടാവും, കുറ്റങ്ങളുണ്ടാവും.
പോകെ പോകെ ശരിയാവും. വീണ്ടും നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്ര തന്നെ എനിക്കെൻ്റെ റിക്വസ്റ്റാണ്, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ വീണ്ടും എപ്പിസോഡ്സിൻ്റെ ഒപ്പീനിയനായിട്ട് ഞാൻ വരുന്നതാണ്. കൂടുതൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ വരും. അപ്പോൾ ശുഭരാത്രി.